നമസ്കാരം, ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. നിത്താഖാത്ത് വേണ്ടത്ര ഫലം കണ്ടില്ലെന്ന് സൗദി ഷൂറ കൗൺസിൽ അംഗങ്ങളുടെ വിമർശനം. സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശീവൽക്കരണം നടത്തിയത് ആത്മാർത്ഥതയില്ലാതെ. ചില്ലറ വ്യാപാര മേഖലയിൽ സ്വദേശീവൽക്കരണത്തിനും തൊഴിൽ മന്ത്രാലയം. ദേശീയ വഖഫ് ബോർഡ് വികസന കോർപ്പറേഷൻ ഉദ്ഘാടനത്തിനിടെ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം. പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നാരോപിച്ച് ബഹളം വെച്ച വിവരാവകാശ പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 2-ന് 694 കോടി ചെലവിൽ ആദ്യഘട്ടം. 2015 ആദ്യ വിമാനം പറന്നുയരുമെന്ന് മന്ത്രി കെ ബാബു. കുവൈത്തിൽ സ്കൂളുകളിൽ നിരീക്ഷണ ക്യാമറകൾ തിരിച്ചെത്തുന്നു. അധ്യയന അന്തരീക്ഷം മെച്ചപ്പെടുത്താനെന്ന വിശദീകരണം. സ്വകാര്യത ലംഘിക്കപ്പെടുമെന്ന് ആക്ഷേപം. UAE-യിൽ നിന്ന് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്ത്യയിലേക്ക് അയക്കാൻ ഇനി 20 ദിർഹം. പ്രമുഖ മണി എക്സ്ചേഞ്ചുകൾ നിരക്ക് വർദ്ധിപ്പിച്ചു. 1.5 ലക്ഷം രൂപ വരെ 15 ദിർഹം മതിയെന്ന എക്സ്ചേഞ്ചുകൾ. വിശദമായ വാർത്തയിലേക്ക്. UAE-യിൽ നിന്ന് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്ത്യയിലേക്ക് അയക്കാൻ ഇനി 20 ദിർഹം നൽകേണ്ടി വരും. പ്രമുഖ മണി എക്സ്ചേഞ്ചുകളാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇതുവരെ 15 ദിർഹമായിരുന്നു നിരക്ക്. 1.5 ലക്ഷം രൂപ വരെ അയക്കാൻ 15 ദിർഹം തന്നെ നൽകിയാൽ മതിയെന്ന് വിവിധ മണി എക്സ്ചേഞ്ച് അധികൃതർ വ്യക്തമാക്കി. സ്കൂളുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 5 വർഷം മുമ്പ് എടുത്തുകളഞ്ഞ ക്യാമറ സംവിധാനമാണ് പുതിയ തീരുമാനത്തിലൂടെ വീണ്ടും നിലവിൽ വരാൻ പോകുന്നത്. രാജ്യത്തെ ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പീഡന ശ്രമങ്ങൾ വിവാദമായതോടെയായിരുന്നു 5 വർഷം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രാലയം സർക്കാർ സ്കൂളുകളിൽ ക്യാമറകൾ സ്ഥാപിച്ചത്. എന്നാൽ കുട്ടികളുടെയും അധ്യാപകരുടെയും മറ്റും സ്വകാര്യത നഷ്ടപ്പെടുത്തുമെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് നിരീക്ഷണ ക്യാമറകൾ എടുത്തുമാറ്റുകയായിരുന്നു. അധ്യയന അന്തരീക്ഷം നന്നാക്കാൻ ഉതകുമെന്ന പ്രതീക്ഷയിലാണ് ക്യാമറ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതെന്ന് അധികൃതർ സൂചിപ്പിച്ചു. മകൻ മരിച്ച് ആഴ്ചകളായിട്ടും മൃതദേഹം വിട്ടുകിട്ടാത്തതിന്റെ ദുഃഖത്തിൽ കഴിയുകയാണ് ഒരമ്മ. ദമാമിൽ ഈ മാസം ആദ്യം മരിച്ച കൊല്ലം ചടയമംഗലം സ്വദേശി മധുസൂദനന്റെ അമ്മ പത്മാവതി അമ്മയ്ക്കാണ് ഈ ദുർഗതി. 2 ഭാര്യമാർ അവകാശവാദവുമായി വന്നതിനെ തുടർന്ന് മധുസൂദനന്റെ മൃതദേഹം നാട്ടിലേക്ക് അയക്കാനാവാതെ വന്നതിനെക്കുറിച്ച് മീഡിയ വൺ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി ഈ അമ്മയുടെ കണ്ണുകൾ തോർന്നിട്ടില്ല. മകൻ മധുസൂദനന്റെ മരണവാർത്തയ്ക്ക് പിന്നാലെ മൃതദേഹം വിട്ടുകിട്ടാതെ വന്നതോടെയാണ് ഇവർ ആകെ തകർന്നത്. ദമാമിലെ AC വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന മധുസൂദനന്റെ മരണം ഈ മാസം 1-നായിരുന്നു. ആന്തരാവയവങ്ങൾ എടുക്കാൻ സൗദിയിലെ ഓർഗൻ ഡൊണേഷൻ ഫോറം സമ്മതം പ്രകടിപ്പിച്ചതോടെ 2 ഭാര്യമാർ മൃതദേഹത്തിന് അവകാശവാദവുമായി രംഗത്തെത്തി. മധുസൂദനൻ പിള്ളയുടെ അമ്മയുടെയും ഭാര്യ ഗിരിജയുടെയും സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം നാട്ടിലേക്ക് അയക്കാൻ നടപടി സ്വീകരിക്കുന്നതിനിടയിലാണ് കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ ശുപാർശക്കത്തുമായി മറ്റൊരു ഭാര്യ രമണി രംഗത്തെത്തിയത്. എന്നാൽ ഗിരിജയാണ് മധുസൂദനൻ പിള്ളയുടെ ഭാര്യയെന്ന് പത്മാവതി അമ്മയും ബന്ധുക്കളും ഉറപ്പിച്ചു പറയുന്നു. ഗിരിജയാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഭാര്യ. 16 വർഷം കൊണ്ട് നിലവിൽ ഉള്ളത് ഗിരിജയാണ്. അത് 2 കുട്ടികളുമുണ്ട്. മധുസൂദനനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഭാര്യ ഗിരിജയും 2 മക്കളും കാത്തിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ബോഡി എനിക്കൊന്ന് കാണണം. അവസാനമായിട്ട് എനിക്കൊന്ന് കാണണം. അത്രമാത്രം ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. പ്രായം ചെന്ന ഒരു അമ്മയുണ്ട്, 90 വയസ്സുണ്ട്. അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി അടക്കാനുള്ള വഴി തരണം. മധുസൂദനന്റെ മൃതദേഹം വിട്ടുകിട്ടുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മയും ബന്ധുക്കളും കൊല്ലം ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചിരിക്കുകയാണ്. മറ്റൊരു ഭാര്യയായ രമണിക്ക് മധുസൂദനന്റെ മേൽ അവകാശമില്ലെന്ന കുടുംബക്കോടതിയുടെ വിധിപ്പകർപ്പും ഇവർ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയിൽ നിന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടാൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ B. മോഹനൻ വ്യക്തമാക്കി. PL കിരൺ, മീഡിയ വൺ, കൊല്ലം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സലാലയിൽ നിന്ന് നിർത്തലാക്കിയ 2 സർവീസുകളിൽ 1 പുനഃസ്ഥാപിച്ചു. കൊച്ചി വഴി തിരുവനന്തപുരത്തേക്ക് വ്യാഴാഴ്ച ഉണ്ടായിരുന്ന സർവീസാണ് മാർച്ച് അവസാനം മുതൽ വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നേരിട്ട് തിരുവനന്തപുരത്തേക്കുണ്ടായിരുന്ന സർവീസിനു പകരം കൊച്ചി വഴി കോഴിക്കോടിന് സർവീസ് വേണമെന്ന ആവശ്യം നടപ്പായിട്ടില്ല. പുതുക്കിയ ഷെഡ്യൂൾ അനുസരിച്ച് ആഴ്ചയിൽ വെള്ളിയാഴ്ച നേരിട്ട് കോഴിക്കോട്ടേക്കും വ്യാഴാഴ്ച കൊച്ചി വഴി തിരുവനന്തപുരത്തേക്കും മാത്രമാണ് സർവീസുകളുണ്ടാവുക. പുതുക്കിയ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ബുക്കിംഗുകൾ അടുത്ത ദിവസം തന്നെ സൈറ്റിൽ ലഭ്യമായി തുടങ്ങുമെന്ന് കൺട്രി മാനേജർ അമരീഷ് ചൌധരി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇവിടെ നിന്ന് കേരളത്തിലേക്ക് നേരിട്ടുള്ള ഏക സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റേത്. ആഴ്ചയിൽ 1 വീതം കോഴിക്കോട്ടേക്കും തിരുവനന്തപുരത്തേക്കും കൂടാതെ കൊച്ചി വഴി തിരുവനന്തപുരത്തേക്കാണ് സർവീസ് നടത്തിയിരുന്നത്. എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കിയ നടപടിക്കെതിരെ സലാലയിലെ പ്രവാസി സംഘടനകൾ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പരാതികൾ നൽകി. ഡൽഹിയിൽ നടന്ന പ്രവാസി ദിവസത്തിൽ ഒമാനിലെ OICC നേതാവ് സിദ്ദീഖ് ഹസനും പ്രവാസി കൗൺസിൽ പ്രതിനിധികളും മന്ത്രിക്ക് നിവേദനവും നൽകിയിരുന്നു. നിർത്തലാക്കിയ സർവീസുകളിലൊന്ന് പുനഃസ്ഥാപിച്ചത് ആശ്വാസകരമാണെങ്കിലും കൊച്ചി വഴി കോഴിക്കോട്ടേക്ക് ഒരു സർവീസ് കൂടി ആരംഭിച്ചാലേ ഇവിടത്തെ പ്രവാസികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നും അതിനായുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ജൂൺ 4-നാണ് സലാലയിൽ സ്കൂൾ വെക്കേഷൻ ആരംഭിക്കുന്നത്.
കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് 3 സർവീസുകൾ ഉണ്ടായിട്ടും ടിക്കറ്റുകൾ ലഭിക്കാതെ പ്രയാസപ്പെട്ടിരുന്നു. വെക്കേഷന് നാടണയാൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. കൂടാതെ നാട്ടിലെ സ്കൂൾ അവധിക്കാലത്ത് സലാലിലേക്ക് എത്തുന്ന നിരവധി കുടുംബങ്ങൾക്കും ഈ വർഷം ടിക്കറ്റിനായി പ്രയാസപ്പെടേണ്ടി വരും. കെ സലാഹുദ്ദീൻ, മീഡിയ 1, സലാല. ഈജിപ്തിലെ പട്ടാള ഭരണകൂടത്തെ സഹായിക്കുന്ന നടപടി സൗദി അറേബ്യ നിർത്തണമെന്ന് ലോക ഇസ്ലാമിക പണ്ഡിത സഭ അധ്യക്ഷൻ ഡോക്ടർ യൂസഫുൽ കർലാവി ആവശ്യപ്പെട്ടു. സൗദിയുടെ പണം ഉപയോഗിച്ചാണ് പട്ടാളക്കാർ ഈജിപ്തിലെ പൗരന്മാരെ കൊന്നൊടുക്കുന്നത്. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനവുമായി പ്രവർത്തിക്കുന്ന പട്ടാളത്തിനൊപ്പമല്ല നിലകൊള്ളേണ്ടത്, മറിച്ച് അവിടുത്തെ പൊതുജന താൽപര്യത്തിനൊപ്പമാണ് നിലകൊള്ളേണ്ടതെന്നും കർലാവി കൂട്ടിച്ചേർത്തു. കുവൈത്തിലെ അവന്യൂസ് മാളിൽ ലെബനാൻ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 4 പ്രതികളുടെ അപ്പീൽ പരിഗണിക്കുന്നത് ഫെബ്രുവരി 9 മാറ്റി. ജസ്റ്റിസ് അൽദരിന്റെ നേതൃത്വത്തിൽ കൂടിയ അപ്പീൽ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിയത്. ഷോപ്പിംഗ് മാളിൽ കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് 26 വയസ്സുള്ള ദന്ത ഡോക്ടറുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. 2011 കേസിനാസ്പദമായ സംഭവം. ആരോഗ്യ സുരക്ഷയുടെ കാര്യത്തിൽ ഖത്തർ സർക്കാർ വിവേചനം കാണിക്കുന്നില്ലെന്ന് ഉന്നതാരോഗ്യ സമിതിയുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജാസിം ഇബ്രാഹിം ഫക്രു വ്യക്തമാക്കി. HSCയും മീഡിയ 1 തമ്മിലുള്ള ധാരണാപത്രം കൈമാറുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യപൂർണമായ ജീവിതം പ്രദാനം ചെയ്യുക എന്നതാണ് ഖത്തറിന്റെ ദൗത്യമെന്ന് ഉന്നതാരോഗ്യ സമിതിയുടെ മീഡിയ ഡയറക്ടർ ജാസിം ഇബ്രാഹിം ഫഖ്റു വ്യക്തമാക്കി. ആരോഗ്യത്തിന്റെ വിഷയത്തിൽ ഖത്തർ പൗരന്മാരെന്നും വിദേശി പൗരന്മാരെന്നുമുള്ള വ്യത്യാസം ഖത്തറിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. طبعا دولة قطر دائما حريصة أن تقدم كافة الخدمات الصحية للمواطنين والمقيمين والوافدين ولا فرق بينهم في مجال الخدمات الصحية. ഉന്നതാരോഗ്യ സമിതിയുടെ മുഖ്യ കാര്യാലയത്തിലായിരുന്നു മീഡിയ 1 MD അബ്ദുസലാം അഹമ്മദും ജാസിം ഇബ്രാഹിം തമ്മിലുള്ള കൂടിക്കാഴ്ച. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഖത്തറിലെ പ്രവാസി സമൂഹത്തിലെത്തിക്കുന്നതിൽ മീഡിയ 1ഉം HSCയും തമ്മിലുള്ള യോജിച്ചുള്ള പ്രവർത്തനം ആവശ്യമാണെന്ന് ജാസിം ഇബ്രാഹിം ഫഖ്റു പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം മീഡിയ 1 MD ജാസിമിന് കൈമാറി. ഉന്നതാരോഗ്യ സമിതിയുടെ മീഡിയ വിഭാഗം തലവൻ അബ്ദുൽ അസീസ് അൽ മഹ്മൂദ്, മീഡിയ 1 ഖത്തർ കോർഡിനേഷൻ കമ്മിറ്റി അംഗം മുഹമ്മദ് കുത്തുബ്, ഗൾഫ് മാധ്യമം ബിസിനസ് എക്സിക്യൂട്ടീവ് ഹാരിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. റമീസ് ചാത്യാറ, മീഡിയ 1, ദോഹ. ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് സലാലയിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. കോടതി പരിസരത്ത് നിന്ന് ആരംഭിച്ച നടത്തം കാരിഫോർ പരിസരത്ത് സമാപിച്ചു. ഒമാൻ ഒളിമ്പിക് കമ്മിറ്റിയാണ് നടത്തം സംഘടിപ്പിച്ചത്. സ്വദേശികളും നിരവധി പ്രവാസികളും പങ്കെടുത്തു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് പ്രതിനിധികളും സംബന്ധിച്ച് നിരവധി മത്സരങ്ങളും നടന്നു. ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന പിങ്ക് കാരവൻ ക്യാമ്പയിൻ ഫെബ്രുവരി 15 ഷാർജയിൽ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്ന 4ാമത്തെ കാരവനാണിത്. UAEയിലും ഇതര അറബ് ലോകത്തും ക്യാൻസർ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ ഒരുമിപ്പിച്ച് UAEയിൽ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഫെബ്രുവരി 15 ആരംഭിക്കുക. ഷാർജ ഭരണാധികാരിയുടെ ഭാര്യയും വേൾഡ് ക്യാൻസർ ഡിക്ലറേഷൻ ഫോർ യൂണിയൻ ഫോർ ഇന്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ അംബാസഡറുമായ ഷേഖ ജവാഹിർ ബിന്ദ് മുഹമ്മദ് അൽ ഖാസിമിയുടെ കാർമ്മികത്വത്തിലാണ് 10 ദിവസം നീളുന്ന പിങ്ക് കാരവൻ നടക്കുക. പ്രവാസികൾ ഉൾപ്പെടെ UAEയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉദ്ദേശിച്ചുള്ള ബോധവൽക്കരണ കാരവൻ വിപുലമായ പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്ന് കാരവൻ മെഡിക്കൽ ആൻഡ് അവയർനെസ് മേധാവി ഡോക്ടർ നസ്വാൻ അൽ മാദി മീഡിയ 1നോട് പറഞ്ഞു. We have more opportunity to have more people and new people get the advantage of our clinic. This year we wanted to have more value for the clinic as well. So we are not just offering free awareness, free workshops, free clinics, free mammogram, but also we are offering free blood sugar test. We are offering free blood pressure test. കെട്ടുകഥകളെ വിഭാവനം ചെയ്യുകയെന്ന അർത്ഥം വരുന്ന ഡിസ്പെലിംഗ് ദ മിത്സ് എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പയിനിന്റെ മുദ്രാവാക്യം. ഫെബ്രുവരി 15 ഷാർജയിൽ നിന്ന് ആരംഭിക്കുന്ന ക്യാമ്പയിൻ ദുബായ്, അൽ ഐൻ തുടങ്ങി എമിറേറ്റുകൾ വഴി 25 അബുദാബിയിൽ അവസാനിക്കും. ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രതിരോധിക്കാനാവശ്യമായ എല്ലാ മുൻകരുതലുകളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് ധാരണ നൽകും. കഴിഞ്ഞ 3 വർഷത്തെ ക്യാമ്പയിനുകളിലായി 25,000-ഓളം പേർക്കിടയിൽ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. പിങ്ക് കാരവൻ ഔദ്യോഗിക പങ്കാളി ഷാർജ ഇസ്ലാമിക് ബാങ്ക് CEO മുഹമ്മദ് അബ്ദുള്ള, ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പാഷൻസ് ബോർഡ് പ്രസിഡന്റ് അമീറ ബിങ്കാരം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ഷാർജ. വാർത്തകളിലേക്ക് തിരിച്ചുവരാം. ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിറസാന്നിധ്യത്തോടെ ഷാർജയിൽ 10ാമത് രാജ്യാന്തര വിദ്യാഭ്യാസ പ്രദർശനം ആരംഭിച്ചു. 150 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രദർശനമാണ് ഷാർജ എക്സ്പോ സെന്ററിൽ ഇന്ന് ആരംഭിച്ചത്. വിവിധ മേഖലയിലെ 60ഓളം ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ സാന്നിധ്യമാണ് മേളയിലുള്ളത്. ഫെബ്രുവരി 1 അവസാനിക്കുന്ന വിദ്യാഭ്യാസ മേളയിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയും വൈകിട്ട് 4 മുതൽ രാത്രി 8 മണിവരെയുമാണ് പ്രവേശന സമയം.
അറബ് മാധ്യമ ചരിത്രത്തിന്റെ അപൂർവ ശേഷിപ്പുകളുമായി സൗദി പൗരന്റെ മ്യൂസിയം ശ്രദ്ധേയമാവുന്നു. സൗദിയിലെ അൽ ഖസീം പ്രവിശ്യയിലെ ബുറൈദിയിലാണ് പൗരാണിക അറബ് പത്രങ്ങളുടെ അപൂർവ ശേഖരവുമായി മ്യൂസിയം പ്രവർത്തിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അറബ് മാധ്യമ ചരിത്രത്തിന്റെ നേർചിത്രങ്ങളുമായാണ് സൗദി പൗരൻ അലി ബിൻ സുലൈമാൻ അൽ ദുബൈഹി സ്വകാര്യ മ്യൂസിയം നടത്തുന്നത്. അറബ് ലോകത്തെ പുതുതലമുറക്ക് ചരിത്രത്തിന്റെ നേർചിത്രങ്ങൾ നൽകുന്ന ഈ മ്യൂസിയം അറേബ്യൻ മാധ്യമ വിപ്ലവത്തിന്റെ വഴിയടയാളങ്ങൾ കൂടിയാണ്. ഉസ്മാനിയ കാലഘട്ടത്തിൽ മക്കയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഇജാസും ഈജിപ്തിൽ നിന്നിറങ്ങുന്ന അഹ്റാം പത്രത്തിന്റെ ആദ്യ പ്രതിയും ഉൾപ്പെടെ 7000-ഓളം പത്രത്താളുകളാണ് ഈ മ്യൂസിയത്തിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത്. 1000-ഓളം കയ്യെഴുത്ത് പ്രതികളും മറ്റു അപൂർവ പുസ്തകങ്ങളും ഈ പ്രദർശനത്തിലുണ്ട്. هذا المتحف اهتميت في جمع المقتنيات منذ زمن، خاصة المقتنيات الثقافية، الجريدة، المجلة، الكتاب، الوثيقة المخطوطة، حتى أصبح لدي مجموعة كبيرة تقارب 7000 صحيفة، كذلك حوالي 1000 من الوثائق والمخطوطات. 90 വർഷം പഴക്കമുള്ള സൗദിയിലെ ഉമ്മുൽ ഖുറ പത്രത്തിന്റെ ആദ്യ പ്രതിയും ഈ ശേഖരത്തിലുണ്ട്. പൗരാണിക കയ്യെഴുത്തു പ്രതികളും പുസ്തകങ്ങളും മ്യൂസിയത്തെ ചിന്തോദ്ദീപകമാക്കുന്നതാണ്. അൽ ഖുദ്സ്, യമൻ തുടങ്ങിയ അറബ് ലോകത്തെ ചെറുതും വലുതുമായ അനേകം പത്രങ്ങളുടെ അവശേഷിക്കുന്ന ഈ താളുകൾ അറേബ്യൻ ചരിത്രത്തിന്റെ അപൂർവ രേഖകൾ കൂടിയാണ്. 13-ാം വയസ്സിലാണ് അൽ ദുബൈക്ക് പത്രത്താളുകളും മാഗസിനുകളും ശേഖരിക്കാൻ തുടങ്ങിയത്. പലതും വൻ തുക നൽകിയാണ് സ്വന്തമാക്കിയത്. സ്വകാര്യ ശേഖരത്തിന്റെ എണ്ണം കൂടിയതോടെയാണ് ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്താൻ പ്രദർശനവേദിയൊരുക്കാൻ തീരുമാനിച്ചത്. പൗരാണിക രീതിയിൽ മണ്ണുകൊണ്ട് പണിതീർത്ത മ്യൂസിയം ഇന്ന് അറബ് മാധ്യമ ചരിത്രം പഠനവിധേയമാക്കുന്നവർക്ക് ഒഴിച്ചു നിർത്താൻ കഴിയാത്ത അപൂർവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. ദുബൈയിൽ വിശുദ്ധ ഖുർആൻ പാർക്കിന്റെ 3ാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചതായി മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ഹുസൈൻ നാസർ ലൂത്ത് അറിയിച്ചു. ദുബൈ മുനിസിപ്പാലിറ്റി ജനറൽ പ്രൊജക്ട്സ് വിഭാഗം നിർമ്മിക്കുന്ന പാർക്ക് സെപ്റ്റംബറിൽ യാഥാർത്ഥ്യമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന സസ്യങ്ങളും പഴവർഗ്ഗങ്ങളുമെല്ലാം ഉൾക്കൊള്ളും വിധത്തിലാണ് പാർക്ക് നിർമ്മിക്കുന്നത്. SN സ്മൃതിയുടെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടുകൂടി ഫെബ്രുവരി 13-ന് നടക്കും. ICC അശോക ഹാളിലാണ് പരിപാടികൾ നടക്കുന്നത്. ഗാനരചയിതാവായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെയും നാടൻപാട്ട് ഗായകൻ AV സതീഷിന്റെ ഗാനമേളയും പരിപാടിയിലുണ്ടാവും. അലുമിനി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടിയും ഉണ്ടാകും. SN സ്മൃതിയുടെ ചീഫ് പാട്രൺ AP മണികണ്ഠൻ, സെക്രട്ടറി AG അശോകൻ എന്നിവർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപറ്റം യുവാക്കളുടെ കൂട്ടായ്മയായ യൂത്ത് വിഷൻ എന്ന സാമൂഹ്യ സംഘടനയുടെ റിയാദ് കമ്മിറ്റിയുടെ ഉദ്ഘാടനം ഫ്ലീരിയ ഗ്രൂപ്പ് CEO ഫസൽ റഹ്മാൻ നിർവഹിച്ചു. NRK വെൽഫെയർ ഫോറം ജനറൽ കൺവീനർ ബാലചന്ദ്രൻ നായർ യൂത്ത് വിഷന്റെ ലോഗോ പ്രകാശനം നടത്തി. റിയാദിലെ സാമൂഹ്യ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ചെയർമാൻ അൻവർ സാദിഖ് യൂത്ത് വിഷന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. മാധ്യമപ്രവർത്തകൻ നജീം കൊച്ചുകലങ്ക് മുഖ്യപ്രഭാഷണം നടത്തി. റഫീഖ് തിരുവിഴാംകുന്ന്, യൂനസ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഹുക്കകളിൽ മയക്കുമരുന്ന് ഗുളികകൾ ഒളിപ്പിച്ചു കടത്താനുള്ള ശ്രമം കുവൈത്ത് ആന്റി നാർക്കോട്ടിക് വിഭാഗം വിഫലമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന റെയ്ഡിൽ 3 അറബ് വംശജർ പിടിയിൽ. ഇവരുടെ താമസ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ഹുക്കുകൾ പരിശോധിച്ചപ്പോഴാണ് 11,000-ഓളം വരുന്ന മയക്കുമരുന്ന് ഗുളികകൾ കണ്ടെത്താനായത്. പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നു. മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ ജാഗ്രത പാലിക്കാൻ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കുവൈത്ത് ദേശീയ ദിനവും വിമോചന ദിനവും പ്രമാണിച്ച് ഫെബ്രുവരി 25-26 തീയതികളിൽ കുവൈത്തിലെ ഇന്ത്യൻ എംബസിക്ക് അവധിയായിരിക്കുമെന്ന് അധികൃതർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. കുവൈത്തിൽ നടക്കുന്ന ജനകീയ പൈതൃകോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഷെയ്ഖ് സബാഹ് സാംസ്കാരിക ഗ്രാമം അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ സബാഹ് ഉദ്ഘാടനം ചെയ്തു. സാൽമി മരുഭൂമിയിലെ ഉത്സവ നഗരിയിൽ നടന്ന ചടങ്ങിൽ കിരീടാവകാശി ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹും സംബന്ധിച്ചു. അറബ് നാടൻ കലകളും പാട്ടുകളും ഒട്ടകമേളയും പ്രദർശനത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞയാഴ്ചയാണ് പൈതൃകോത്സവം തുടങ്ങിയത്. കോഴിക്കോട് ജില്ലാ അസോസിയേഷനും കേരള എക്സ്പാറ്റ്സ് ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 31-ന് വൈകിട്ട് 3 മണി മുതൽ ഫഹാഹിൽ പബ്ലിക് അതോറിറ്റി ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ കുവൈത്തിലെ 16 പ്രമുഖ ക്ലബ്ബുകൾ മത്സരിക്കും. മക്ക ഷിഫ അൽ ബറക പോളിക്ലിനിക്കുമായി സഹകരിച്ച് നവോദയ മക്ക ഏരിയ കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ ഹൃദ്രോഗവും പ്രവാസികളും എന്ന വിഷയത്തിൽ ഡോക്ടർ അഷ്റഫ് അലി ക്ലാസ് എടുക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും 1 വർഷത്തെ സൗജന്യ മെഡിക്കൽ പരിശോധന കാർഡ് ലഭിക്കും. ഷിഫ ജിദ്ദ MD PM അബ്ദുറഹിമാൻ, നവോദയ രക്ഷാധികാരി VK അബ്ദുറഫ്, ജനറൽ സെക്രട്ടറി നവാസ് വെമ്പായം തുടങ്ങിയവർ പങ്കെടുത്തു.
അൽ ജസീറ നെറ്റ്വർക്കിന്റെ ഈജിപ്ത് ചാനലായ അൽ ജസീറ മുബാഷിർ മിസ്വർ സംപ്രേഷണം തുടരുമെന്ന് ചാനലിന്റെ വക്താക്കൾ അറിയിച്ചു. ഈജിപ്തുകാരായ മാധ്യമപ്രവർത്തകരെ വെച്ച് ദോഹയിൽ നിന്നായിരിക്കും ഇനി മുതൽ ചാനലിന്റെ സംപ്രേഷണം അൽ ജസീറ ആക്ടിംഗ് ജനറൽ മാനേജർ ഡോക്ടർ മുസ്തഫ സവാഗ് അറിയിച്ചത്. മാധ്യമപ്രവർത്തനത്തെ ഗൗരവത്തോടെ കാണുമ്പോൾ ചില പ്രയാസങ്ങളുണ്ടാവാമെന്നും അവ നേരിടുന്നതിന് പ്രവർത്തകർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി അറേബ്യയിൽ സ്വദേശീവൽക്കരണം ലക്ഷ്യമാക്കി നടപ്പാക്കിയ നിത്താഖാത്ത് പദ്ധതി ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെന്ന് ശൂറ കൌൺസിൽ അംഗങ്ങളുടെ വിമർശം. നിത്താഖാത്ത് സംവിധാനത്തെ പർവ്വതീകരിച്ചു കാണിച്ച തൊഴിൽ സ്ഥാപനങ്ങൾ സ്വദേശീവൽക്കരണം നടപ്പാക്കിയതായി മേനി നടിക്കുകയാണെന്ന് ശൂറാംഗം സൗദ് അൽ ഷെയ്ഖ് പറഞ്ഞു. അതേസമയം ചില്ലറ വ്യാപാര മേഖലയിൽ സമ്പൂർണ്ണ സ്വദേശീവൽക്കരണം നടപ്പാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. സൗദി മാനവ വിഭവശേഷി ഏജൻസിയായ ഹദഫ് പ്രതീക്ഷിച്ച അത്ര വിജയം കണ്ടില്ലെന്ന് ശൂറ അംഗങ്ങൾ വിമർശിച്ചു. 12 ദശലക്ഷം റിയാൽ ഹ്യൂമൻ റിസോഴ്സ് ഫണ്ടിന് നൽകിയിട്ടും 2012 തൊഴിലില്ലായ്മ 12.5% വർദ്ധിച്ചതായും സയ്യിദ് അൽ ഷെയ്ഖ് പറഞ്ഞു. സ്ഥാപനങ്ങൾക്ക് ഹദഫ് നൽകിയ സഹായത്തിന്റെ പ്രതിഫലം പരിമിതമായ രീതിയിൽ മാത്രമേ ലഭിച്ചുള്ളൂവെന്ന് മറ്റൊരു ശൂറ അംഗമായ ഫഹദ് ബിൻ ജുമഅ പറഞ്ഞു. തൊഴിൽ പദ്ധതികൾ നഗരകേന്ദ്രീകൃതമാണെന്നും ചെറിയ പട്ടണങ്ങളിൽ തൊഴിൽ സാധ്യത കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുതും ഇടത്തരവുമായ സ്ഥാപനങ്ങളിൽ സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കാൻ ഹദഫിന് കഴിയുന്നില്ല. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരികയാണ്. പദ്ധതിയുടെ പഠനത്തിനായി മാത്രം 90 ദശലക്ഷം റിയാൽ ഹദഫ് ചെലവിട്ടെന്നും ശൂറ അംഗങ്ങൾ ആരോപിച്ചു. അതേസമയം ചില്ലറ വ്യാപാര മേഖല മുഴുവനായും സ്വദേശിവൽക്കരിക്കാൻ ആലോചിക്കുന്നതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഹദഫിൽ രജിസ്റ്റർ ചെയ്തവരിൽ 75% പേരും സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസമുള്ളവരാണ്. ഇതാണ് മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനത്തിന്റെ കാരണം. ചില്ലറ വ്യാപാര മേഖലയിൽ ധാരാളം തൊഴിൽ സാധ്യതകൾ ഉള്ളതായി മന്ത്രാലയം വക്താവ് അറിയിച്ചു. സെയിൽസ്മാൻ സൂപ്പർവൈസർ തസ്തികകളിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 42,000 തൊഴിൽ ലഭിക്കും. 4,500 റിയാലാണ് ഈ ജോലികൾക്ക് ലഭിക്കുന്ന ചുരുങ്ങിയ വേതനം. മൂസക്കുട്ടി, മീഡിയ 1, ജിദ്ദ. മിഡിൽ ഈസ്റ്റിലെയും ഇന്ത്യയിലെയും ആരോഗ്യരക്ഷാ രംഗത്തെ പ്രമുഖരായ ആസ്റ്റർ DM ഹെൽത്ത് കെയർ UAEയിൽ 2 വ്യത്യസ്ത ബ്രാൻഡുകളിലായി 3 ആശുപത്രികൾ തുടങ്ങുന്നു. ദുബൈ ആസ്ഥാനമായുള്ള ആസ്റ്റർ കൊച്ചിയിൽ നിർമ്മിക്കുന്ന ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ക്വാറ്റർണറി കെയർ ആശുപത്രിയായ ആസ്റ്റർ മെഡിസിറ്റിയുടെ ആദ്യഘട്ടം ഈ വർഷം ആദ്യപാദം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ചെയർമാനും MD-യുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UAEയിലെ 3 ഹോസ്പിറ്റലുകളിൽ ആദ്യത്തേത് 85 കിടക്കകളോടെ ബർദുബയിലെ മൻകൂലിൽ ഈ വർഷം 3-ാം പാദത്തിൽ ഉദ്ഘാടനം ചെയ്യും. ദുബൈ ഷെയ്ഖ് സായിദ് റോഡിലെ മെഡ്കെയർ മദർ ആൻഡ് ചിൽഡ്രൻസ് സ്പെഷ്യലൈസ്ഡ് ആശുപത്രിയും ഷാർജയിലെ മെഡ്കെയർ ആശുപത്രിയുമാണ് മറ്റ് 2 3 ആശുപത്രികളും ചേർന്ന് 250 കിടക്കകളുമായി രോഗികൾക്ക് മിതമായ നിരക്കിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ഉറപ്പുവരുത്തുമെന്ന് ആസാദ് മുപ്പൻ പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് ഹോസ്പിറ്റൽസ് ഒക്കെ അതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. ദുബായിലുള്ള ഹോസ്പിറ്റൽസ്, അതേമാതിരി തന്നെ ഷാർജ, പിന്നെ വേറെ ഖത്തറിലുള്ള ഹോസ്പിറ്റൽസ്. അപ്പോൾ ഓൾ ദിസ് വിൽ ബി റെഡി ഇൻ ദ നെക്സ്റ്റ് 1 or 2 years. ദുബായിലെ ഹോസ്പിറ്റൽ ഒരു 6 മാസം കൊണ്ട് തന്നെ ദുബായിൽ വരാൻ പോകുന്നുണ്ട്. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി 1-ാം ഘട്ടത്തിന്റെ സോഫ്റ്റ് ലോഞ്ച് ഈ ഫെബ്രുവരി 24 നടക്കും. അന്നു മുതൽ രോഗികളെ സ്വീകരിച്ചു തുടങ്ങും. 40 ഏക്കറിൽ നിരവധി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ സമുച്ചയം കൂടിയാണിത്. 2015 ഖത്തറിലെ ദോഹയിലും ആശുപത്രി ആരംഭിക്കും. ഗൾഫ് പദ്ധതിക്ക് വേണ്ടി 26 കോടി ദിർഹമാണ് നിക്ഷേപിക്കുന്നത്. പുതിയ ഹോസ്പിറ്റലുകൾ വരുന്നതോടെ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന് ചുവടെയുള്ള കിടക്കകളുടെ എണ്ണം 1850 നിന്ന് 5000 ഉയരും. ഉടൻ തന്നെ പ്രഥമ ഓഹരി വിൽപ്പനയ്ക്ക് ഗ്രൂപ്പ് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ ഒരു നെക്സ്റ്റ് 1 year കൊണ്ട് ഒരു IPO ഐദർ ലണ്ടനിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ദുബായിലോ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. ആസ്റ്റർ ഡയറക്ടർ അലീഷ, മെഡ്കെയർ ഹോസ്പിറ്റൽ CEO അല അത്താരി, BDO വിനോദ്, ഗ്രൂപ്പ് ഡയറക്ടർ TJ വിൽസൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദുബൈ. ഫുജേറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയുടെ വാർഷിക പെരുന്നാൾ ചടങ്ങുകൾ ആരംഭിച്ചു. ഇടവക മെത്രാപ്പൊലീത്ത മാത്യൂസ് മോർ ഇവാനിയോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ്. നാളെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കും. വെള്ളിയാഴ്ച കാലത്ത് പ്രത്യേക കുർബാനയും നടക്കും. മറ്റൊരു വാർത്തയിലേക്ക്. പ്രവാസികളായ 10 പേരുടെ കൂട്ടായ്മയിൽ ദുബൈയിൽ പുതിയ സിനിമാ നിർമ്മാണ കമ്പനി രൂപീകരിച്ചു. ഗ്രൂപ്പ് 10 എന്റർടൈൻമെന്റ് എന്ന പേരിലുള്ള കമ്പനിയുടെ ആദ്യ സിനിമയായ രസം വിഷുവിന് റിലീസ് ചെയ്യുമെന്ന് കമ്പനി പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മോഹൻലാലും ഇന്ദ്രജിത്തും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം ഖത്തറിൽ പൂർത്തിയായി.
കമ്പനി പ്രതിനിധികളായ സജി കുമാർ അമ്പൂറ്റി, പ്രദീപ് പാലത്തൊടി, പ്രിൻസ് ജോസഫ്, മനോജ് മലയിൽമഠം, സനോജ് ശ്രീനിവാസ്, വരുണ ഷെട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അൽ ഐനിലെ അലിയർമുഖ് ഹജ്ജ് ഉംറ സർവീസിൽ ജോലി ചെയ്യുകയായിരുന്ന തുവക്കാട് വേരുങ്കൽ മുഹമ്മദിന്റെ അബ്ദുസമദ് നിര്യാതനായി. ചികിത്സാർത്ഥം നാട്ടിൽ പോയി 3 ദിവസം മുമ്പാണ് മടങ്ങിയത്. അബുദാബിയിലെ സൗദി എംബസിയിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുണ്ട്. റുഖിയാണ് ഭാര്യ. മുബഷീർ, മുബഷിറ എന്നിവർ മക്കളാണ്. തൃശൂർ അഴീക്കോട് മുഹമ്മദ് ഹാരിഫ് ദുബൈയിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി. അദ്ദേഹത്തിന് 46 വയസ്സായിരുന്നു. ആംഡ് ഓഫീസേഴ്സ് ക്ലബിൽ ഡയറ്റ് സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു. സഫിയാണ് ഭാര്യ. മക്കൾ അഫ്ര, സൈൻലാബിദ്ദീൻ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. കോഴിക്കോട് എളൈറ്റിൽ വട്ടോളി വേലാങ്കര അഷ്റഫിന്റെ ഭാര്യ റാഷിദ അഷ്റഫ് ദമാമിൽ നിര്യാതയായി. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 1 മാസമായി ദമാമിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ഭർത്താവ് അഷ്റഫ് ദമാമിലെ യൂണിവൈഡ് സൂപ്പർമാർക്കറ്റിലെ ജീവനക്കാരനാണ്. UPAയുടെ അഭിമാന പദ്ധതികളിലൊന്നായ ദേശീയ വഖഫ് ബോർഡ് വികസന കോർപ്പറേഷൻ ഉദ്ഘാടനത്തിനിടെ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം. ദേശീയ ന്യൂനപക്ഷ വികസന മന്ത്രാലയം വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് സദസ്സിൽ നിന്ന് പ്രതിഷേധമുയർന്നത്. പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുക്കുകയാണെന്നും അവ ന്യൂനപക്ഷങ്ങളിലേക്ക് എത്തുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ബഹളം വെച്ച മുഹമ്മദ് ഫഹീം ബേഗിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സച്ചാർ സമിതി നിർദ്ദേശങ്ങൾ സർക്കാർ പൂർണ്ണമായി നടപ്പാക്കിയെന്ന് പ്രസംഗത്തിനൊടുവിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. UPA ഒന്നാം സർക്കാർ കൊണ്ടുവന്ന 15 ഇന ഫോർമുല ന്യൂനപക്ഷങ്ങളിലെ അവികസിത വിഭാഗങ്ങൾക്കിടയിൽ കാര്യമായ മാറ്റമുണ്ടാക്കി. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും തന്റെ സർക്കാരിന്റെ എടുത്തു പറയാവുന്ന നേട്ടമാണ്. ന്യൂനപക്ഷ വികസന മന്ത്രാലയം രൂപീകരിച്ച് 8 വർഷം പിന്നിടുന്ന ദിവസം കൂടിയാണിതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര വഖഫ് നിയമത്തിൽ UPA സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികൾ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്നതാണ്. പുതിയ വഖഫ് വികസന കോർപ്പറേഷൻ രൂപീകരിക്കപ്പെടുന്നതോടെ നിലവിൽ 163 കോടിയുള്ള വഖഫ് ബോർഡിന്റെ വരുമാനം 12,000 കോടിയായി ഉയരുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഈ പ്രസംഗം അവസാനിച്ച ഉടനെയാണ് ബേഗ് ബഹളം വെച്ചത്. ഡൽഹിയിലെ ഷാദ്ര നിവാസിയായ ഇയാൾ RTA ആക്ടിവിസ്റ്റാണെന്നാണ് വിവരം. താൻ പ്രധാനമന്ത്രിക്ക് 150 കത്തുകളെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്നിനുപോലും മറുപടി ലഭിച്ചിട്ടില്ലെന്നും ബഹളത്തിനിടെ ബേഗ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സർക്കാരിന്റെ ഒരു പദ്ധതിയും ജനങ്ങളിലെത്തിയിട്ടില്ല. മുസ്ലിങ്ങളുടെ സംരക്ഷകരാണെന്ന് കോൺഗ്രസ് നടിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം അതല്ലെന്നും ഇയാൾ പറഞ്ഞു. प्रधानमंत्री के 15 पॉइंट प्रोग्राम्स जो उन्होंने खुद बनाए हैं मुसलमानों की वेलफेयर के लिए, मेरे जिले में जहां से मैं आता हूं वो दिल्ली का नॉर्थ ईस्ट डिस्ट्रिक्ट है, वहां पर एक भी प्रोग्राम नहीं चल रहा है. പോലീസ് ബേഗിനെ ചോദ്യം ചെയ്തു വരികയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. മീഡിയ 1 ന്യൂഡൽഹി. തിരുവനന്തപുരം വലിയ വിളയിൽ റിട്ടയർഡ് കേണൽ നാട്ടുകാർക്ക് നേരെ വെടിയുതിർത്തു. വലിയവിള സ്വദേശികളായ മനോജ്, വെങ്കടേശ്വര റാവു എന്നിവർക്ക് വെടിയേറ്റു. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിന് വഴികൊടുക്കുന്നത് സംബന്ധിച്ച് റിട്ടയേർഡ് കേണൽ ബ്രൽവിയും നാട്ടുകാരും തമ്മിൽ രാത്രി 9 മണിക്ക് ശേഷം തർക്കം നടന്നിരുന്നു. അതിനുശേഷം വീട്ടിൽ പോയി തോക്കുമായി മടങ്ങിയെത്തിയ കേണൽ സ്ഥലത്ത് കൂടി നിന്ന നാട്ടുകാർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. വലിയവിള സ്വദേശികളായ മനോജ്, വെങ്കടേശ്വര റാവു എന്നിവർക്കാണ് പരിക്കേറ്റത്. മദ്യപിച്ച് കഴിഞ്ഞാൽ തോക്കെടുത്തുകൊണ്ട് ആളുകളെ വെടിവെക്കാൻ വിരട്ടുക ഒരു സ്വഭാവമാണ് ഇയാളുടെ. ആ ലൈബ്രറിയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ 4 പേര്, ഈ വെടികൊണ്ട 2 പേരും ഞാനും. മനോജ് പിടിച്ചുടനെ തന്നെ ഇയാൾ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇവൻ വീണ്ടും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവനെ അടിച്ചു പിന്നെ കിടത്തി. മനോജിന് വയറ്റിലും വെങ്കടേശ്വര റാവുവിന് തുടയിലുമാണ് പരിക്കേറ്റത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത റിട്ടയേർഡ് കേണലിനെ പിന്നീട് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേണലിന്റെ വീട് പരിശോധിക്കണമെന്നും മാരകായുധങ്ങൾ കണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ വീട് ഉപരോധിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിക്ക് പുറത്ത് കാര്യമായ ചലനം സൃഷ്ടിക്കാനാവില്ലെന്ന് പ്രമുഖ സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പറഞ്ഞു. നയപരിപാടികൾ മുന്നോട്ട് വെക്കാത്തതും ആസൂത്രണമില്ലായ്മയും പോരായ്മയാണ്. എന്നാൽ അഴിമതിക്കും അനീതിക്കും എതിരെയുള്ള പോരാട്ടം രാജ്യത്ത് ശക്തിപ്പെടേണ്ടതുണ്ടെന്ന് സി രാധാകൃഷ്ണൻ മീഡിയ 1 പറഞ്ഞു. ഭരണകൂടത്തിന്റെ അഴിമതിയും അനീതിയും മൂലം ജനജീവിതം ദുസ്സഹമായതാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി. എന്നാൽ നയനിലപാടുകൾ മുന്നോട്ട് വെക്കാത്തതും ആസൂത്രണമില്ലായ്മയും കാരണം ഡൽഹിക്ക് പുറത്ത് ഈ പരീക്ഷണം വിജയിക്കാൻ സാധ്യത കുറവാണ്. എന്താണ് ആം ആദ്മിയുടെ പരിപാടി എന്ന് ചോദിച്ചാൽ അഴിമതി നിരോധനം, അനീതി അവസാനിപ്പിക്കുക എന്നുള്ള 2 മുദ്രാവാക്യങ്ങളേ ഉള്ളൂ. ഈ മുദ്രാവാക്യങ്ങൾ ആവശ്യമാണ്. പക്ഷേ അതിനപ്പുറത്ത് മനുഷ്യന് ആസൂത്രണം, അതുപോലെയുള്ള വികസനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ദർശനം കൂടി, പരിസ്ഥിതികമായൊരു ദർശനം കൂടിയുണ്ട്. ഇതൊന്നും ഈ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നില്ല. എന്നാൽ അഴിമതിക്കും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ ആര് മുൻകൈയെടുത്താലും തെറ്റില്ല. അതിനെ പിന്തുണക്കണമെന്ന് സി രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇന്ന് തിരഞ്ഞെടുപ്പിലെ കുറേ നിയോജകമണ്ഡലങ്ങളിലെങ്കിലും ഇവരുടെ സാന്നിധ്യം നിർണായകമാവും എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വരിത്തിരിവ്, അതും അക്രമത്തിനെതിരായുള്ള ഒരു പാർട്ടിയുടെ പേരിൽ നടക്കുന്നു എന്നത് തീർച്ചയായും ശുഭോദർക്കമായ ഒരു കാര്യമാണ്. നമുക്ക് അഴിമതി ഇവിടെ അവസാനിക്കണം. അതിന് ആര് മുൻകൈയെടുത്താലും എന്തു ചെയ്താലും തരക്കേടില്ല. ജലീൽ പടന്ന, മീഡിയ 1 മലപ്പുറം.
ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളിൽ രാജ്യവിരുദ്ധമോ മതവിരുദ്ധമോ ആയി യാതൊന്നും കണ്ടെത്താനായില്ലെന്ന് സംസ്ഥാന സർക്കാർ. സംഘടനയുടെ പ്രവർത്തനത്തിൽ രാഷ്ട്രവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെന്ന് തെളിവ് ലഭിച്ചാൽ നടപടിയെടുക്കും. അതേസമയം സംഘടനാ ഭരണഘടനയിലെ ചില വകുപ്പുകൾ രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള അനാദരവാണെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രവിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധവുമാണെന്നാരോപിച്ച് അബ്ദുസമദ് എന്നയാൾ 2009 നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സംഘടനയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന പോലീസിന്റെയും ഇന്റലിജൻസിന്റെയും നിരീക്ഷണത്തിലാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. സംഘടന രാജ്യവിരുദ്ധമോ മതവിരുദ്ധമോ ആയി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം തെളിയിക്കാൻ പര്യാപ്തമായ ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും അക്രമ സംഭവങ്ങളിൽ സംഘടന പങ്കാളിയായിട്ടില്ല. എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കും. എന്നാൽ 1957 പ്രസിദ്ധീകരിച്ച ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയിലെ ആർട്ടിക്കിൾ 8, 9 എന്നിവയിലെ ചില വകുപ്പുകൾ ജനാധിപത്യ വ്യവസ്ഥയെയും രാജ്യത്തിന്റെ ഭരണഘടനയെയും അനാദരിക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച 97 പുസ്തകങ്ങളിൽ 14 വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇടതു സംഘടനകൾ, DHRM പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നിവയുമായി ജമാഅത്തെ ഇസ്ലാമി വേദി പങ്കിടുന്നുവെന്നതാണ് സത്യവാങ്മൂലത്തിലെ മറ്റൊരു പ്രധാന വാദം. സർക്കാർ നയത്തിനെതിരായ സമരങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം സംഘടനകളുമായി ചേരുന്നത്. ദേശീയപാത വികസനം, ഇമെയിൽ ചോർത്തൽ വിവാദം, UAPA നിയമം തുടങ്ങിയവയ്ക്കെതിരായ സമരങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി പങ്കാളികളായതായും സത്യവാങ്മൂലത്തിൽ പറയുന്നു. മീഡിയ 1 കൊച്ചി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 2 കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി നിർവഹിക്കുമെന്ന് മന്ത്രി K ബാബു അറിയിച്ചു. റൺവേ, ടാക്സിവേ, ഏപ്രൺ എന്നിവയുൾപ്പെടെ 694 കോടി രൂപ ചെലവ് വരുന്ന ഒന്നാം ഘട്ട പദ്ധതിയുടെ ഭാഗമാണിത്. സർക്കാർ ഓഹരി പങ്കാളിത്തം 26% നിന്ന് 35% ഉയർത്തിക്കൊണ്ട് പുനഃക്രമീകരിച്ചതായും മന്ത്രി അറിയിച്ചു. സ്വകാര്യ പങ്കാളിത്തം 16%, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 26%, PPCL ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 23% ഓഹരി പങ്കാളിത്തവുമാണ് നൽകുക. 2015 ഡിസംബർ 31 ആദ്യ വിമാനം പറന്നുയരാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതെന്നും K ബാബു പറഞ്ഞു. ഈ വിഷയം ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് വിശദമായി ചർച്ച ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ഗൾഫ് മാധ്യമം എഡിറ്റർ ഹംസ അബ്ബാസ്. അദ്ദേഹം റിയാദിൽ നിന്ന് സ്കൈപ്പ് വഴി ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കും. ഒപ്പം സണ്ണി ജോസഫ് MLA, വേക്ക് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ പാണക്കാട് എന്നിവരെ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ VK ഹംസ അബ്ബാസിലേക്ക്. ശ്രീ VK ഹംസ അബ്ബാസ്, 2015 ഡിസംബർ 31 കണ്ണൂരിൽ നിന്ന് ആദ്യ വിമാനം പറന്നുയരും എന്നാണ് മന്ത്രി K ബാബു ഇന്ന് നിയമസഭയിൽ അറിയിച്ചിട്ടുള്ളത്. പ്രവാസ ലോകത്ത് അതേ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം കൊണ്ട് 2015 ഡിസംബർ 31 കണ്ണൂരിൽ നിന്ന് ഒരു വിമാനം പറന്നുയരും എന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും പ്രവാസികൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കഴിഞ്ഞുകൂടുകയാണ്. വിശേഷിച്ചും ഏകദേശം 10-20 വർഷത്തോളമായി കാത്തിരിക്കുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. പ്രവാസികൾ ഗൾഫ് നാടുകളിൽ ഏറ്റവും കൂടുതൽ വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. വടക്കൻ ജില്ലകളിലുള്ളവർക്ക് ഇപ്പോൾ അവർ അവലംബിക്കുന്ന കരിപ്പൂർ എയർപോർട്ടും അതേപോലെ തന്നെ മംഗലാപുരം വാജ്പേയി എയർപോർട്ടും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലേശകരമായ അവസ്ഥയാണുള്ളത്. കാരണം കരിപ്പൂർ എയർപോർട്ടിന് വികസനപരമായ യാതൊരു സാധ്യതയുമില്ലാതെ നിൽക്കുകയാണ്. മംഗലാപുരം എയർപോർട്ടാണെങ്കിൽ, വാജ്പേയി എയർപോർട്ടാണെങ്കിൽ അത് ഇന്റർനാഷണൽ എയർപോർട്ടായി ഉയർത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ സൗകര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും അവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 2 എയർപോർട്ടുകളും ടേബിൾ ടോപ്പ് എയർപോർട്ടുകൾ എന്ന നിലയിൽ കുപ്രസിദ്ധി ആർജിച്ച എയർപോർട്ടുകളുമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിൽ ഏറ്റവും കൂടുതൽ വിശാലതയുള്ള വലിയ ഒരു എയർപോർട്ടാണ് കണ്ണൂരിൽ വരാൻ പോകുന്നത് എന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മാത്രമല്ല ഗവൺമെന്റ്, അത് നേരത്തെ ഉണ്ടായിരുന്ന LDF ഗവൺമെന്റും ഇപ്പോഴത്തെ UDF ഗവൺമെന്റും താല്പര്യപൂർവ്വം തന്നെ കണ്ണൂർ എയർപോർട്ട് സാക്ഷാത്കരിക്കുവാൻ വേണ്ടി നിരവധി യത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഫെബ്രുവരി 2 നടത്തപ്പെടുന്ന ശിലാസ്ഥാപനത്തോടു കൂടി തന്നെ അതിന്റെ പ്രവർത്തനം ത്വരിതഗതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവാസികൾക്ക് യഥാർത്ഥത്തിൽ 2015 ഡിസംബർ 31 ഇന്റർനാഷണൽ ഫ്ലൈറ്റ് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തില്ലെങ്കിലും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എങ്കിലും അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ സണ്ണി ജോസഫ് MLA അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സണ്ണി ജോസഫ് MLA, പ്രവാസികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. ഇന്ന് മന്ത്രി K ബാബുവിന്റെ പ്രസ്താവന വന്നതോടുകൂടി അത് ഇരട്ടിയായിരിക്കുന്നു. 2015 ഡിസംബർ 31 ആദ്യ വിമാനം പറന്നുയരും എന്നാണ് മന്ത്രി പറഞ്ഞത്.
ആ പ്രതീക്ഷയ്ക്ക് ഒരു മംഗലമുണ്ടാകില്ല എന്ന് തന്നെ കരുതാം, അത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെ കരുതാം. സർക്കാർ അത്രയധികം ക്രിയാത്മകമായി ഈ വിഷയത്തിൽ ഇടപെടുന്നുമുണ്ട്. ആ രീതിയിൽ തന്നെയല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ? അതെ, വളരെയേറെ പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനങ്ങളാണ്, ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ് കണ്ണൂർ എയർപോർട്ട് സംബന്ധിച്ച് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു, അതുപോലെ തന്നെ കേന്ദ്രത്തിൽ സഹമന്ത്രി കണ്ണൂർ ജില്ലക്കാരൻ തന്നെയായ ശ്രീ കെ സി വേണുഗോപാൽ, ഇവരും അതുപോലെ മുഖ്യമന്ത്രിയും കെ ആന്റണി ഉൾപ്പെടെയുള്ള കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരും എല്ലാം സഹകരിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പടിപടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് റൺവേ, ടാക്സി വേ, ഏപ്രൺ ഇത്രയും പ്രവൃത്തികൾ 694 കോടി രൂപ ചെലവ് വരുന്നതാണ് ഇതിന്റെ ഒന്നാം ഘട്ടം. ആ ഒന്നാം ഘട്ടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഫെബ്രുവരി 2-ാം തീയതി ബഹുമാനപ്പെട്ട കെ ആന്റണി നിർവഹിക്കുന്നതിന് വേണ്ടി എത്തുന്നത്. ഇതിന്റെ മറ്റ് പുരോഗമനപരമായ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അതുപോലെ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും എല്ലാം ക്ലിയറൻസുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം വേണ്ടിയിരുന്നത് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ പ്രാഥമിക സുരക്ഷാ പരിശോധന നടത്തിക്കഴിഞ്ഞു. നിർണായകമായ പരിസ്ഥിതിക അനുമതി സെസിന്റെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2013 ജൂലൈ 19-ാം തീയതി ലഭിച്ചു കഴിഞ്ഞു. ശേഷിക്കുന്ന 500 ഏക്കർ ഭൂമി കൂടി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഒരു കാര്യം, കേരളത്തിൽ ചെറിയൊരു സംസ്ഥാനമാണ് കേരളം, പക്ഷേ ജനസാന്ദ്രതയിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിലവാരത്തിൽ വിദേശ ജോലികളിലൊക്കെ കേരളം വളരെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ഉത്തര മലബാറിൽ നിന്നുള്ള ഈ യാത്രാ പരിമിതികൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടെങ്കിൽ പോലും ഇത് കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ വടക്കൻ പ്രദേശങ്ങൾ, അതുപോലെ വയനാട് ജില്ലയിലെ മാനന്തവാടി മേഖല, കാസർഗോഡ് ജില്ല പൂർണ്ണമായിട്ടും, അതുപോലെ കർണാടകയുടെ വീരാജപേട്ട, കൂർഗ്, മർക്കര പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രൂപത്തിലാണ് ഉത്തര മലബാറിന്റെ വികസന സാധ്യതയെ അങ്ങേറ്റം ബലപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചിറക് കണ്ണൂരിൽ, മട്ടന്നൂരിൽ, മലബാറിൽ, ഉത്തര മലബാറിൽ മുളയ്ക്കുന്നത്. അതിനു വേണ്ട അടിത്തറയാണ് ഈ വരുന്ന 2-ാം തീയതി ബഹുമാനായ കേന്ദ്ര പ്രതിരോധ മന്ത്രി കെ ആന്റണി പാകുന്നത്. അതിന്റെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ സുധാകരൻ എംപിയുടെയും കളക്ടറുടെയും എല്ലാം നേതൃത്വത്തിൽ അതിന്റെ സംഘാടക സമിതി വളരെ സാധാരണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിപാടി ഏറ്റവും വിജയിപ്പിക്കാൻ ജനങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ കൊണ്ടുപോകുന്ന, ഒരുപക്ഷെ അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനല്ല മന്ത്രി എങ്കിൽ പോലും കണ്ണൂർ ജില്ലക്കാരനെ പോലെ തന്നെ ഇതിന്റെ ഓരോ ചരടും നീക്കിക്കൊണ്ട്, ഓരോ കാര്യങ്ങളും നീക്കിക്കൊണ്ട് വളരെ ജാഗരൂകനായി പ്രവർത്തിക്കുന്ന വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബുവിന്റെ പ്രവർത്തനങ്ങളോട് കണ്ണൂർ ജനതയ്ക്ക് സണ്ണി ജോസഫ്, കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അത് ഉത്തര മലബാറിന്റെ വികസന സാധ്യതകൾ തന്നെയല്ലേ ഇരട്ടിയാക്കുന്നത്? ഉത്തര മലബാറിനെ ലോക പ്രശസ്തിയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പല വിമർശനങ്ങളും കേൾക്കുന്നുണ്ട്, മലബാറിൽ വികസനം എത്തുന്നില്ല എന്ന തരത്തിൽ പല അപവാദങ്ങളും മലബാറിന്റെ പേരിലുണ്ട്. ഇതിനൊക്കെ ഒരു മറുമരുന്നായി ഈ വിമാനത്താവളം വരുന്നതോടുകൂടി വികസനം അപ്പാടെ മലബാറിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷയിലല്ലേ താങ്കൾ അടക്കമുള്ള ജനപ്രതിനിധികളും അവിടെയുള്ള ജനങ്ങളും? ആ വികസന സാധ്യതകൾ വളരെയേറെ വെട്ടിത്തുറക്കപ്പെടും, അക്കാര്യത്തിൽ സംശയമില്ല. വിദേശ യാത്രകൾ, അതുപോലെ കണ്ണൂര് മലബാർ മേഖല എന്ന് പറഞ്ഞാൽ ഗൾഫ് മലയാളികൾ ഏറ്റവും അധികമുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ കണ്ണൂര് കൈത്തറിയുടെ ഏറ്റവും വലിയൊരു കേന്ദ്രമാണ്. എക്സ്പോർട്ട് സാധ്യതകളെല്ലാം വളരെയേറെ വികസിക്കും. പരമ്പരാഗത വ്യവസായങ്ങൾക്കുള്ള സാധ്യതകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സാധ്യതകൾ, കശുവണ്ടിയെല്ലാം ഉത്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണ്. ആ വികസന സാധ്യതകളെല്ലാം ഞങ്ങൾ കാണുന്നു. എന്നാൽ താങ്കളുടെ ചോദ്യത്തിന്റെ ഒരു പ്രസക്ത ഭാഗം, ഇത് മലബാറിനോട് വികസന കാര്യത്തിലുള്ള പൊതുവായിട്ടുള്ള അവഗണനയ്ക്ക് ഒരു ഒറ്റമൂലിയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. ഇതൊരു സ്റ്റെപ്പ് ഫോർവേഡ് എന്ന ഒരു നിലപാടിലേക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇത് മാത്രമല്ല, മറ്റ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വിവിധ തലങ്ങളിലെ സർക്കാർ ഓഫീസുകൾ, ആനുകൂല്യങ്ങൾ, റോഡുകളുടെ വികസനം, ആവശ്യമായിട്ടുള്ള പാലങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, വൈദ്യുതി, ഈ മേഖലകളിലെല്ലാം മലബാർ അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കണക്കുകളുടെ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. അബ്ദുൾ ഖാദർ പാണക്കാട് ചേരുന്നു. ശ്രീ അബ്ദുൾ ഖാദർ, 2015 ഡിസംബർ 31 ആദ്യ വിമാനം പറന്നുയരും എന്ന് മന്ത്രി കെ ബാബു പറയുമ്പോഴും
വിമാനത്താവള നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന പ്രവർത്തന രീതിയോട് അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്ന് കണക്കിലെടുത്താൽ പ്രവാസികൾക്കുള്ള പ്രതീക്ഷ എന്താണ്? മന്ത്രി പറഞ്ഞതുപോലെ 2015 ഡിസംബർ 31 തന്നെ ഒരു വിമാനം പറത്തുയർത്താൻ സാധിക്കും എന്ന പ്രതീക്ഷ പ്രവാസികളിലും ഉണ്ടോ? തീർച്ചയായും ഇപ്പോൾ നടന്നു വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2015 ഡിസംബറിൽ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല, ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളെല്ലാം നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. ഇന്ന് വകുപ്പ് മന്ത്രി ശ്രീ ബാബുവിന്റെ ഇന്നത്തെ പ്രസ്താവന ഗൾഫ് മലയാളികൾ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കാരായ പ്രവാസികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം എറണാകുളത്തുകാരനായപ്പോൾ ആദ്യം നമുക്കൊക്കെ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് വലിയ താല്പര്യം കൊടുക്കുന്ന ഒരു വ്യക്തി ഈ കണ്ണൂർ വിമാനത്താവളത്തിന് വലിയൊരു താല്പര്യം കാണിക്കോ, ഇതിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നീങ്ങുകയില്ലേ? ഇടയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉടലെടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കണ്ണൂർ എയർപോർട്ടിന്റെ MD ശ്രീ തുളസിദാസ് രാജിവെച്ച് കഴിഞ്ഞിട്ട് പുതിയൊരാളെ നിയമിക്കാൻ വേണ്ടി കുറച്ച് കാലതാമസമൊക്കെ എടുത്ത സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സന്ദേശങ്ങളും നമുക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണുമ്പോൾ ശരിക്കും വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വളരെ അർത്ഥശങ്കയില്ലാത്ത വിധത്തിൽ നമുക്കൊക്കെ പറയാനും അത് വളരെ സമർത്ഥിക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദുഃഖകരമായ ഒരു വാർത്ത അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ കണ്ടു. ഷെയർ, അതായത് പ്രൈവറ്റ് ഷെയർസ് 16% ചുരുക്കുകയാണ്, ബാക്കി ഷെയറൊക്കെ ഗവൺമെന്റിനും മറ്റുള്ള ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്നതാണ് എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ഇവിടെ നമുക്ക് വളരെയധികം വേവലാതിയുണ്ട്, ആശങ്കയുണ്ട്, പ്രതിഷേധമുണ്ട് എന്ന് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത് ഈ എയർപോർട്ടിന്റെ ഷെയറിന് വേണ്ടി നേരത്തെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞ പ്രകാരം 2 ലക്ഷം രൂപയുടെ ഷെയറിന് അപേക്ഷിച്ചിട്ട് 1.5 കൊല്ലത്തോളം ആ ഡ്രാഫ്റ്റ് MDയുടെ കിയാലിന്റെ ഓഫീസിൽ കെട്ടിക്കിടന്നിട്ട് അത് തിരിച്ച് കരസ്ഥമാക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലക്കാരുടെ പ്രവാസി കൂട്ടായ്മ വെയ്ക്ക് നിരന്തരം പ്രയത്നിച്ചിട്ടാണ് ആ സംഖ്യ നമുക്ക് തിരിച്ചു കിട്ടിയത്. പക്ഷെ ഒരു അപേക്ഷയുള്ളത്, ഈ അവസരത്തിൽ പ്രൈവറ്റ് ഷെയർ കൊടുക്കുന്നതിൽ നേരത്തെ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ വിധത്തിലുള്ള ഷെയറെങ്കിലും കൊടുക്കാൻ ഗവൺമെന്റും പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രിയും പ്രത്യേകം താല്പര്യമെടുക്കണമെന്ന് പ്രവാസികളായിട്ടുള്ള ദുബായിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല കണ്ണൂർ ജില്ലക്കാരായ പ്രവാസികൾക്ക് വേണ്ടി വെയ്ക്കുന്ന സംഘടനയുടെ പേരിലും അതിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ മന്ത്രിയോട് ഈ അവസരത്തിൽ ഒരു അപേക്ഷ നിങ്ങളുടെ മുഖേന കൊടുക്കുകയാണ്. തീർച്ചയായും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഹംസ അബ്ബാസ്, ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ ഇതിനെ നോക്കിക്കാണുന്നതെങ്കിലും ചെറിയ പരാതികളുണ്ട്. അതായത് ഓഹരി ഘടനയിൽ ഇപ്പോൾ വന്ന മാറ്റം പ്രവാസികൾക്ക് കൂടി അല്ലെങ്കിൽ തങ്ങളുടെ കൂടി പങ്കാളിത്തമുള്ള ഒരു എയർപോർട്ട് അതായിരുന്നു പ്രവാസികൾ സ്വപ്നം കണ്ടിരുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. പ്രവാസികളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി വലിയ വിജയകരമായി നടത്തിയ ഒരു വിമാനത്താവളം. അത്തരത്തിലുള്ള ഒരു വിമാനത്താവളം തന്നെയായിരുന്നു കണ്ണൂരിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഓഹരി ഘടനയിൽ ഇപ്പോൾ കാര്യമായ മാറ്റം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഒരു കാര്യത്തിൽ ഒരുപക്ഷെ പ്രവാസികൾക്കിടയിൽ ചെറിയ തോതിലെങ്കിലും പ്രതിഷേധം ഉണ്ടാകില്ലേ? തീർച്ചയായും പ്രവാസികൾ നേരത്തെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ് തങ്ങൾക്ക് വരുമാനം കിട്ടുക അല്ലെങ്കിൽ തങ്ങളുടെ നിക്ഷേപത്തിന്റെ സ്വീകരണം ലഭിക്കുന്ന ഒരു മേഖലയാണ് കണ്ണൂർ എയർപോർട്ട് എന്ന നിലയ്ക്ക്. എന്നാൽ ഇപ്പോൾ 16% സ്വകാര്യ നിക്ഷേപം കുറച്ചത് യഥാർത്ഥത്തിൽ പ്രവാസികളെ വല്ലാതെ ബാധിക്കും. മാത്രമല്ല പ്രവാസികൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഈ വിമാനത്താവളത്തിന്റെ ബഹുമുഖമായ വികസനം പ്രവാസികൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നതാണ്. കേവലം ഒരു വിമാനത്താവളം എന്ന നിലയ്ക്കല്ല പ്രവാസികൾ ഇതിനെ കണ്ടിരുന്നത്, മറിച്ച് വടക്കേ മലബാറിന്റെ ഉത്തര മലബാറിന്റെ സമൂലമായ ഒരു വികസനവും ഇതിൽ കണ്ടിരുന്നു. അതിലൂടെ ബിസിനസ് വളർച്ചയും അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഇറക്കുമതി വളർച്ചയും ഒക്കെ തന്നെ കണ്ടിരുന്നു. മാത്രമല്ല നമ്മുടെ അഴീക്കൽ എയർപോർട്ട് അഴീക്കൽ സീപോർട്ട് സാക്ഷാത്കരിക്കപ്പെടുന്നതോടുകൂടി തന്നെ ഈ മേഖലയുടെ വമ്പിച്ച ഒരു വികസനവും പ്രതീക്ഷിച്ചിരുന്നു. ഇതിൽ നിക്ഷേപിക്കുവാൻ വേണ്ടി ധാരാളക്കണക്കിന് പ്രവാസികൾ സന്നദ്ധരായിരുന്നു. പല പ്രവാസികളും നമുക്കറിയാം ചെറിയ തുകയെങ്കിലും നിക്ഷേപിച്ച് അതിലൊരു പങ്കാളിത്തം വഹിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളായിരുന്നു. പക്ഷേ ഇത് 16% ചുരുക്കിയതോടുകൂടി അവർ വലിയ നിരാശയിലാണ്. മാത്രമല്ല PPP എന്ന അഥവാ പബ്ലിക് പ്രൈവറ്റ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ 4P ആയിരുന്നു യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നത്.
സാധാരണക്കാരായ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനും കൂടി ഇതിൽ ഉണ്ടാകണം എന്ന നിലക്കാണ് ഈ വിമാനത്താവളത്തിന്റെ ആദ്യത്തെ ബ്ലൂ പ്രിന്റ് തന്നെ യഥാർത്ഥത്തിൽ തയ്യാറാക്കപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവരൊക്കെ തന്നെ നിഷ്കാസനം ചെയ്യപ്പെടുന്നു എന്ന ഒരു ദുഃഖകരമായ അവസ്ഥ കൂടിയുണ്ട്. മാത്രമല്ല, നെടുമ്പാശ്ശേരി എയർപോർട്ട് സാധാരണ എയർപോർട്ട് നിക്ഷേപകർ സമൂഹത്തിലെ സമ്പന്ന വിഭാഗം എന്ന ആ പരാതി പരിഹരിക്കുവാൻ വേണ്ടി കണ്ണൂർ എയർപോർട്ടിൽ സാധാരണക്കാരായ ആളുകൾക്ക് നിക്ഷേപ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തീരുമാനിച്ചതായിരുന്നു ഗവൺമെന്റ്. പക്ഷെ ഇപ്പോൾ ആ സാധ്യത കൂടി ഇപ്പോൾ ഇല്ലാതായി. ഞാൻ തിരിച്ചു വരാം. ശ്രീ സണ്ണി ജോസഫ്, അത്തരത്തിലുള്ള പരാതികളുണ്ട് പ്രവാസികൾക്ക്. തങ്ങളെ കൂടി പങ്കാളിത്തമുള്ള ഒരു വിമാനത്താവളം, അതായിരുന്നു പ്രവാസികൾ സ്വപ്നം കണ്ടിരുന്നത്. ഈ വിമാനത്താവളത്തിന്റെ ഉടമസ്ഥാവകാശം ചില പണക്കൊഴുപ്പുള്ള ആളുകളുടെ കയ്യിൽ ഒതുങ്ങുമോ എന്നുള്ള പേടി അവർക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തുള്ള പ്രവർത്തനം കണ്ടപ്പോൾ അതില്ല, തങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു വിമാനത്താവളമാകും കണ്ണൂരിലേത് എന്ന വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഓഹരി ഘടനയിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇന്ന് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ഇതൊരു പക്ഷേ പ്രവാസികളുടെ പരാതിക്ക് കാരണമാകില്ലേ? എന്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത്തൊരു നീക്കം ഉണ്ടായി? ഇല്ല, അതിനകത്ത് നമ്മൾ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ തീരുമാനമാണ് മിനിമം ഷെയർ 2 ലക്ഷം എന്നത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മിനിമം ഒരു വ്യക്തിക്ക് എടുക്കാവുന്ന ഷെയർ 50,000 ആണെങ്കിലും എടുക്കാം, 50,000 രൂപ മുടക്കി ഷെയർ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും എടുക്കാം, അത് 2 ലക്ഷം ഉള്ളവർക്ക് മാത്രമേ ഷെയർ പറ്റൂ എന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനാണ് UDF ഗവൺമെന്റ് ശ്രമിച്ചത്. ആ തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിലെ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്ന് ഒരു വലിയ ന്യായുക്തമായിട്ടുള്ള കാര്യമല്ല, ഗവൺമെന്റ് പങ്കാളിത്തമാണ്. ഗവൺമെന്റ് പങ്കാളിത്തം 26-ൽ നിന്ന് 35% വർദ്ധിപ്പിച്ചു. സാധാരണഗതിയിൽ ഗവൺമെന്റ് പങ്കാളിത്തം കുറച്ചാലാണ് പരാതിയും ആക്ഷേപവും വരുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പലപ്പോഴും പ്രതിപക്ഷ കക്ഷികൾ പോലും ആക്ഷേപം പറയുന്നത്. അതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ ഷെയർ കെ.സി. വേണുഗോപാൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ആ ഷെയർ 26% വർദ്ധിപ്പിക്കുന്നതിനും ധാരണയായിട്ടുള്ളത്. അപ്പൊ പൊതുപങ്കാളിത്തമാണ്. ഗവൺമെന്റിന്റെ പങ്കാളിത്തം, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പങ്കാളിത്തം, അതോടൊപ്പം തന്നെ പ്രവാസികളും അല്ലാത്തവരുമായ മധ്യദേശവാസികൾ ഉൾപ്പെടെയുള്ള നിക്ഷേപകരുടെ പങ്കാളിത്തം, അതിൽ വലിയ പണക്കാർക്ക് മാത്രമല്ല 50,000 രൂപയുടെ ഷെയർ ഹോൾഡേഴ്സിനും അവസരം നൽകിക്കൊണ്ടുള്ള പുരോഗമനപരമായ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഗവൺമെന്റ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പോലെ ആയിരക്കണക്കിന് ഓഹരി ഉടമകൾ ഉള്ള ഒരു വിമാനത്താവളമായി കണ്ണൂരിന് മാറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതൊക്കെ വിമാനത്താവളത്തിന്റെ ഘടനയിൽ ഗവൺമെന്റിന്റെ ഷെയർ കൂടുന്നു എന്ന് വന്നാൽ, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥിരം ഏതെങ്കിലും വ്യക്തികളുടെതല്ലോ, ജനങ്ങൾ തന്നെയല്ലേ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കാണ്, ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്, പബ്ലിക്കാണ്. പ്രൈവറ്റ് ഇതിന്റെ അകത്ത് കുറയുന്നു. അതിനെ സാധാരണഗതിയിൽ ആരും സ്വാഗതം ചെയ്യുന്നതാണ്. ഇനി താല്പര്യമുള്ള വ്യക്തികൾക്ക് അത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഞാൻ മാത്രം ആലോചിച്ച പോലെ ഞാൻ ആലോചനയുടെ ഭാഗം ഗവൺമെന്റിന്റെ മുൻപാകെ ഞാൻ കൂടി വേണമെങ്കിൽ അവതരിപ്പിക്കാം. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ അബ്ദുൽ ഖാദർ പാണക്കാട്, താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അറിയിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുന്നു. അതുമാത്രമല്ല, കയ്യിൽ പണമുള്ളവർ മാത്രം വിമാനത്താവളത്തിൽ നിക്ഷേപിച്ചാൽ മതി എന്ന തരത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അടക്കം പരാമർശങ്ങൾ പ്രവാസികളുടെ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇത്തരം വികസന സങ്കല്പം അല്ലെങ്കിൽ വികസന സ്വപ്നം പേറുന്ന ഒരു പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നില്ലേ ആദ്യഘട്ടത്തിൽ? ഇല്ല, തീർച്ചയായിട്ടും ഈ സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ട MLA പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ടായിരുന്നു. പ്രവാസികൾ നേരത്തെ ഷെയർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും ഇപ്പോഴത്തെ ആൾക്കാരും ഒക്കെ നിരന്തരം സമീപിച്ചിട്ട് ഒരു വലിയൊരു പ്രയത്നം തന്നെ നടത്തിയിട്ടാണ് ആ സംഖ്യ തിരിച്ചു കിട്ടിയത്. എന്നിട്ട് പിന്നീട് പറഞ്ഞത്, ഞാൻ ബാബുവായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു, പറഞ്ഞത് ഇനി ഷെയർ ആ കമ്പനിയിലേക്കല്ല, ഒരു ഗവൺമെന്റ് പുതിയൊരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്, ആ സൊസൈറ്റിയിലേക്ക് ഷെയർ എടുത്തിട്ട് സൊസൈറ്റിയാണ് ഇതിലേക്ക് കിയാലിലേക്ക് ഷെയർ വാങ്ങുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഒരു വ്യക്തത എവിടെയുമില്ല, ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ അപേക്ഷിച്ച് 1.5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു കൊടുത്ത ആൾക്കാർക്ക് ഒരു മുൻഗണനാ അടിസ്ഥാനത്തിൽ അവർക്ക് വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഇതിൽ ഭാഗമാക്കുവാനുള്ള ഒരു സൗകര്യം ബഹുമാനപ്പെട്ട MLA ഈ കാര്യത്തിൽ ഇപ്പോഴത്തെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളെന്ന നിലക്ക് പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ഈ ഒരു സംഗതി വളരെ ഗൗരവത്തിൽ പരിഗണിക്കണമെന്ന് പ്രവാസികൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ശ്രീ ഹംസ അബ്ബാസ്,
ഭരണതലത്തിലെ ഐക്യമില്ലായ്മയും ഉദ്യോഗസ്ഥരുടെ ആശയക്കുഴപ്പമെല്ലാം മറ്റേത് പദ്ധതിയെയും പോലെ കണ്ണൂർ വിമാനത്താവള പദ്ധതിയും തുടക്കഘട്ടത്തിൽ അലട്ടിയിരുന്നു. ഇപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിട്ടില്ല. മറ്റു പദ്ധതികളിലൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള തടസ്സങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ കൂടുതൽ ക്രിയാത്മകമാകേണ്ടതല്ലേ ഈ ഘട്ടത്തിലെങ്കിലും? തീർച്ചയായും. കാരണം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുജന പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഗവൺമെന്റും അതിനെ ബോധവാന്മാരാവുകയുള്ളൂ. നേരെ മറിച്ച് ബ്യൂറോക്രസിയുടെ ഈ കടുംപിടുത്തത്തിൽ കിടന്ന് ഇത് ഞെരിഞ്ഞു പോകും. സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബഹുജന പങ്കാളിത്തത്തിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബഹുജനങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്, ശരിയാണ്. പക്ഷെ ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടുന്ന വരുമാനം യഥാർത്ഥത്തിൽ ബഹുജനങ്ങൾക്ക് വരുന്നത് മറ്റു നിലക്ക് വരും, സ്വാഭാവികമായും വരും. പക്ഷെ എന്നിരുന്നാൽ പോലും അഴിമതിയുടെയും അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള കുരിയാൻവെട്ടിന്റെയും ഒക്കെ ഇതൊക്കെ കൂട്ടലും കിഴിക്കലും കഴിച്ച് ജനങ്ങളിലേക്ക് അത് എത്തിയപ്പോഴേക്ക് വളരെ ശുഷ്കമായി തീരും. അതുകൊണ്ടാണ് പ്രവാസികളായ ആളുകൾ, പ്രത്യേകിച്ച് നാം ഇപ്പോൾ പ്രവാസികളുടെ പുനരധിവാസം വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രവാസികളായ ആളുകളുടെ നിക്ഷേപത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, വേൾഡ് ബാങ്കിൽ നിന്നും മറ്റ് ബാങ്കുകളിൽ നിന്നും മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നും കടം വാങ്ങി എയർപോർട്ട് ഉണ്ടാക്കുന്നതിന് പകരം പലിശരഹിത നിക്ഷേപത്തിന് താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കോടികൾ നിക്ഷേപിക്കുവാൻ സന്നദ്ധരായി ഇപ്പോൾ ഗൾഫ് നാടുകളിലുണ്ട്. ഒരു ചെറിയ ശ്രമം യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെന്റ് നടത്തുകയാണെങ്കിൽ നല്ലൊരു ശതമാനം സംഖ്യ അവരിൽ നിന്ന് സമാഹരിക്കുവാനും അവർക്ക് ന്യായമായ വിഹിതപ്രകാരമുള്ള ലാഭവിഹിതം നൽകുവാനും സാധിക്കുമായിരുന്നു. ഇതേക്കാളുപരി നമുക്ക് പറയാനുള്ളത്, ഒരു എയർപോർട്ട് എന്നത് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചറും സമീപന റോഡുകളും ഇല്ലെങ്കിൽ ആ എയർപോർട്ട് പരാജയപ്പെട്ടു പോകും. അത്തരം കാര്യങ്ങളിലും ഗവൺമെന്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വികസനത്തിനെങ്കിലും പ്രവാസികളിൽ നിന്ന് കൂടുതൽ തുക സമാഹരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ പ്രവാസികളുടെ പരാതി കുറേയേറെ കുറഞ്ഞു കിട്ടും എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ്, അത് തന്നെയാണ് കാര്യം. പ്രവാസികൾ ഇവിടെ പണം മുടക്കാൻ തയ്യാറാണ്. പിന്നെ എന്തിന് സർക്കാർ മറ്റ് സംഘടനകളിൽ നിന്നും ലോകബാങ്കിൽ നിന്നുമൊക്കെ കടത്തിന് ശ്രമിക്കണം? പ്രവാസികൾ തയ്യാറാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിനെങ്കിലും പ്രവാസികൾ മുടക്കുന്ന നിക്ഷേപത്തെ സർക്കാർ കാണാതെ പോകുമോ? അതിലെന്നാ വെച്ചാൽ ഈ കാര്യത്തിൽ ഷെയറിന്റെ കാര്യത്തിൽ പബ്ലിക് ഷെയർ, ഗവൺമെന്റ് ഷെയർ കുറയുന്നത് പൊതു താല്പര്യത്തിന് വിരുദ്ധമായിരിക്കും. എന്നാൽ പ്രവാസികളുടെ ഇതിനെ സംബന്ധിച്ചുള്ള താല്പര്യവും സംഭാവനയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പങ്കാളിത്തം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്ന കാര്യം അവരുൾപ്പെടെ ജനപ്രതിനിധികൾ ഗവൺമെന്റിന്റെ മുൻപാകെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. ഇവിടെ പറഞ്ഞ റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ തലശ്ശേരി കൂട്ടുപുഴ റോഡ് വിമാനത്താവളത്തിന്റെ സമീപത്തുകൂടി വരുന്ന 55 കിലോമീറ്റർ റോഡ് KSTP പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 246 കോടി രൂപയിൽ 7 പാലങ്ങൾ ഉൾപ്പെടെ നവീകരണ പ്രവൃത്തി മുഖ്യമന്ത്രി കഴിഞ്ഞ ജൂൺ 1 ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇനി വരുന്ന ഒരു റോഡ് കണ്ണൂർ വിമാനത്താവള റോഡാണ്. അത് ഗ്രീൻഫീൽഡ് റോഡായിട്ട് അതിന്റെ ലാൻഡ് അക്വിസിഷനാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെയും ഈ ഗവൺമെന്റിന്റെയും കാലത്ത് വലിയ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. അതിപ്പോഴും പരിഹരിക്കാൻ വേണ്ടി ആർക്കും സാധിക്കുന്നില്ല. ഭൂമി വിട്ടുകൊടുക്കാൻ ആരും തയ്യാറില്ല. അവിടെ എന്താണ് പരിഹാര മാർഗം എന്ന് ആലോചിക്കണം. അതിനും ചെലവുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളിൽ പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ, സഹകരണം ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ്. അതിന് എന്നാൽ കഴിയുന്ന ചെറിയ കാര്യം, വളരെ പോളിസി ഡിസിഷൻസ് ആണ്. എന്നാൽ പോലും ഞങ്ങളുടെ അഭിപ്രായം പ്രവാസികൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ രേഖപ്പെടുത്തും. MPയുമായിട്ടും മറ്റ് MLAമാരുമായിട്ടും ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ നമുക്ക് സംസാരിക്കാം. റൈറ്റ്. അവസാനമായി ശ്രീ VK ഹംസ അബ്ബാസ്, പ്രവാസികൾ എന്നും സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ഹർത്താലുകളും ബന്ദുകളും പല പദ്ധതികളെയും ബാധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ കാര്യത്തിലെങ്കിലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരേപോലെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയും മന്ത്രി പറഞ്ഞതുപോലെ 2015 തന്നെ കണ്ണൂരിൽ നിന്ന് ഒരു വിമാനം പറന്നുയരും, അങ്ങനെ ഉയരട്ടെ എന്ന് തന്നെയല്ലേ പ്രവാസ ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്? തികച്ചും പ്രവാസികൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ബന്ധും ഹർത്താലും സമരങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ മേഖലയെ തന്നെ ഇപ്പോൾ ഒരു ഈജിയൻ തൊഴുത്താക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരെ കുറിച്ച് ജനങ്ങളുടെ മതിപ്പ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രവാസികളുടെ മാത്രമല്ല, പൊതുജനങ്ങളുടെ മതിപ്പ് പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ആം ആദ്മി പോലുള്ള സംഘടനകൾക്ക് കൂടുതൽ വേരോട്ടം കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിസ്സാരമായ കാര്യമല്ല. വരുന്ന ഇലക്ഷന് പോലും അത് ബാധിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ആഗ്രഹം ബന്ധും സമരവും ഹർത്താലും അതേപോലെ തന്നെ കൊലപാതകങ്ങളും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ മേഖലയാണ്
ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. അത്തരമൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് വികസന പ്രവർത്തനങ്ങളും വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് മുകളിൽ തന്നെ മുരടിച്ചു പോകുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, പ്രവാസികൾ നിക്ഷേപിക്കുവാൻ നിരന്തരം അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിക്ഷേപ മേഖലകൾ കാണിച്ചു തരണമെന്ന്. വളരെ വികസന സാധ്യതയുള്ള ഈ മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും ശ്രമിക്കണം. പ്രവാസികളുടെ ധനം എയർപോർട്ടിൽ അത് ശരി, 16% മാത്രമേ സാധാരണക്കാർക്കുള്ളൂ എന്നത് ശരി. എന്നാൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല, അഴീക്കൽ പോർട്ടിൽ നിന്ന് ഈ മട്ടന്നൂർ പോർട്ടിലേക്ക്, എയർപോർട്ടിലേക്ക്, അഴീക്കൽ സീ പോർട്ടിൽ നിന്ന് മട്ടന്നൂർ എയർപോർട്ടിലേക്ക് ഒരു കോറിഡോർ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ വമ്പിച്ച രീതിയിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ലോജിസ്റ്റിക്കിനും ഒരുപാട് സാധ്യതകളുണ്ട്. സാധ്യതകൾ ഒരുപാട് മുമ്പിൽ കിടക്കുന്നു. പ്രവാസികളായ ആളുകൾ നല്ല പഠിച്ച് ശ്രീ സണ്ണി ജോസഫ്, കണ്ണൂർ വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. 2015 ഡിസംബർ 31 തന്നെ കണ്ണൂരിൽ നിന്ന് ആദ്യ വിമാനം പറന്നുവരും. ഇതേ പ്രതീക്ഷ തന്നെ വെച്ച് പുലർത്താമല്ലോ? ഉറപ്പായിട്ടും ഡബിൾ ഷോ. വളരെയധികം നന്ദി ശ്രീ ഹംസ അബ്ബാസ്, അതുപോലെ സണ്ണി ജോസഫ്, അബ്ദുൾ ഖാദർ പാണക്കാട് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.